ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആദർശ. ഞാനിവിടെ ദുബായിലെ ലൈഫ് ഫാർമസിയിലെ ഫാർമ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ റീസെൻ്റ്ലി DHA പാസ്സായി. അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് മെഡ്വെഞ്ചർ അക്കാദമിയാണ്. അക്കാദമിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് ആൻഡ്രൂ ജോൺസന്റെ ക്ലാസ്സസിനെ പറ്റിയിട്ടാണ്. അത് ഒരു രക്ഷയില്ല. അത് DHA പ്രിപ്പയർ ചെയ്യുന്നവർ മസ്റ്റായിട്ടും സാറിന്റെ ക്ലാസ് കേട്ടിരിക്കണം. പിന്നെ പറയാനുള്ളത് DHA പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോണ്ട് ബി റഷ്. നമ്മൾ സമയമെടുത്ത് തന്നെ പഠിക്കുക. എസ്പെഷ്യലി നമ്മുടെ CNS, CVS, എൻഡോക്രൈൻ സിസ്റ്റം, പിന്നെ നമ്മുടെ വേറെ ഏതാ പോർഷൻസ് വരുന്നത്, ANS, CNS, അങ്ങനെയുള്ള മെയിൻ പോർഷൻസ് ഒക്കെ നമ്മൾ തറോ ആയിട്ട് തന്നെ പഠിക്കുക. അതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അതിന്റെ കേസസ് ആന്റിബയോട്ടിക്സ്, ഇതിന്റെയൊക്കെ കേസസ് ഒക്കെ വരുന്നത് അത് മസ്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ എന്റെ എക്സാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. എനിക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻസ് സ്ട്രക്ചേഴ്സ് എല്ലാം കൂടി ഏകദേശം ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലും ചോദിച്ചത് കേസ് സ്റ്റഡി ആയിരുന്നു. പിന്നെ സോഷ്യൽ ബിഹേവിയർ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആപ്ലിക്കേഷനിനകത്ത് നമുക്ക് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. നമ്മൾ ബേസിക് ക്ലാസ്സസ് കേൾക്കുക, പിന്നെ ഫയൽസ് നോക്കുക, പിന്നെ നമുക്ക് നമ്മുടെ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ മസ്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. നമുക്കത് ഈ കാൽക്കുലേഷൻസ് ആണെങ്കിലും എക്സാമിന്റെ സമയത്ത് നമ്മൾ എങ്ങനെ എഴുതാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ നമുക്ക് കിട്ടും നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സാറിന്റെ ഇപ്പം നമ്മൾ ബേസിക് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ആൻഡ്രൂ ജോൺസ് സാറ് കുറെ കീ പോയിന്റ്സ് പറയും. അപ്പൊ നോട്ട്സിലൊന്നും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. അതൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന നമ്മുടെ ഫ്യൂച്ചർ റെഫറൻസസിന് അത് നന്നായിരിക്കും. പിന്നെ പറയാനുള്ളത്, നന്നായി പഠിക്കും, മീൻസ് നന്നായി വർക്ക്ഔട്ട് ചെയ്യുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. പഠിക്കാൻ DHA പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് തന്നെയാണ്. പിന്നെ ഇനി DHA പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്കും ഓൾ ദ ബെസ്റ്റ്.